നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള PSC വഴി തന്നെയാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിലവിലുള്ള ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ കേരള PSC അതിനെക്കുറിച്ചൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് 2 നോട്ടിഫിക്കേഷനുകളുണ്ട്. അപ്പോൾ ആ 2 നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. കാറ്റഗറി നമ്പർ 330/2020 ആണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന 2 നോട്ടിഫിക്കേഷനുകളുടെയും ഈ ഒരു ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനുമുണ്ട്, ഇനി ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന 2 നോട്ടിഫിക്കേഷനുകളും ഈ പറയുന്ന 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജനുവരി 20 ആണ്. അപ്പോൾ ജനുവരി 20 ആണ് അവസാന തീയതി. അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കേരള PSC ലോഗിൻ ചെയ്തതിന് ശേഷം കേരള PSC തുളസി എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം നൽകി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്തായാലും കേരള PSC തുളസി എന്ന ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകുക. അപ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ കഴിയും യോഗ്യരായിട്ടുള്ള ആളുകൾക്ക്. മാത്രമല്ല ഈ വീഡിയോയിൽ പറയുന്ന യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകണം, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. ഈ പറയുന്ന ഇതിൽ പറയാൻ പോകുന്ന 2 നോട്ടിഫിക്കേഷനുകളുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ആദ്യം പരിശോധിക്കാം. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നു. 9,940 രൂപ മുതൽ 16,580 രൂപ വരെയാണ് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. ഒരു വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരു വാക്കൻസിയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കാതിരിക്കരുത്. എന്തായാലും അപേക്ഷിക്കുക യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും. ഇനി നമുക്ക് ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഇവിടെ നൽകിയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. SC ST അതുപോലെ തന്നെ OBC കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT അല്ലെങ്കിൽ MGTയോ അതിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ദോസ് ഹു ഹാവ് പാസ്ഡ് ദ KGT type rating before January 2002 should produce separate certificate in computer word processing or its equivalent obtained after a course of studying of minimum 3 months duration from an institute recognized by government. അതായത് KGT ടൈപ്പ് റൈറ്റിംഗ് ജനുവരി 2002 മുൻപേ ആണ് പാസ്സായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. മിനിമം 3 മാസം ഡ്യൂറേഷനിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചെടുത്ത ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അത് ജനുവരി 2002 മുൻപ് KGT ടൈപ്പ് റൈറ്റിംഗ് പാസ്സായ ആളുകൾക്കാണ്, അല്ലാത്തവർക്ക് ഇത് ആവശ്യമില്ല. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഇതെല്ലാമാണ്. +2 അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ഓർ MGTE അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ടൈപ്പ് റൈറ്റിംഗ് യോഗ്യത കൂടി വേണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതയോടുകൂടി +2 പാസ്സായ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. അതായത് 9,940 രൂപ മുതൽ 16,580 രൂപ വരെ സാലറി ലഭിക്കുന്ന വളരെ മികച്ചൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ പറയുന്ന അവസാന തീയതി ജനുവരി 20 മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കേരള PSC വഴി അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി നോക്കാം. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 326/2020 ആണ്. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്താൻ പോകുന്നത്. 18,000 രൂപ മുതൽ 41,500 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ. ഇനി അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം. ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം. SC ST OBC കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. SLC പാസ്സായിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ കൈവശം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ITI പാസ്സായിരിക്കണം. അതായത് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഉണ്ട്. ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറിംഗ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഉണ്ട്. അത് പാസ്സായ ആളുകൾക്കും അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും SLCയും അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI പാസ്സായ സുഹൃത്തുക്കൾ, ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI പാസ്സായ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്ന പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ കൂടി നിങ്ങൾ അപേക്ഷിക്കുക. കാരണം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല ഈ പറയുന്ന ട്രേഡിൽ ITI കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. കാരണം അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക.
അപ്പോൾ ഈ പറഞ്ഞ 2 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 20 ആണ്. അപ്പോൾ ജനുവരി 20-ന് മുന്നേ തന്നെ എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ 2 നോട്ടിഫിക്കേഷനുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് ഇതിൽ നൽകിയിരിക്കുന്ന കാറ്റഗറി നമ്പർ കേരള PSCയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം PSC തുളസി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും കേരള PSCയുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കേരള PSC തുളസി എന്ന വെബ്സൈറ്റിൻ്റെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിന് യോഗ്യരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു യോഗ്യതയുള്ള ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ ഷെയർ ചാറ്റ് അക്കൗണ്ട് എന്നിവ നിങ്ങൾ ഫോളോ ചെയ്യുക. ഹൈഫൈ ജോബ്സ് ഈ പറയുന്ന 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.